കോവളം ബീച്ചിൽ ചെന്നപ്പോൾ നാട്ടിൻപുറത്ത്, പക്ഷേ കോവളത്ത് ചെന്നപ്പോൾ അവിടെ സ്കൂളിൽ നിന്ന് ഞങ്ങളുടെ കുട്ടികളുടെ ടൂർ പോയതായിരുന്നു. കുറെ അധികം സ്കൂളിൽ നിന്നുള്ള കുട്ടികളവിടെ വരും, ഞങ്ങളെ തിരിച്ചറിയും, ഞങ്ങളുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തു. അപ്പൊ അവരെല്ലാം തന്നെ ഈ പ്രോഗ്രാമിൽ നല്ല അഭിപ്രായം പറഞ്ഞു, നല്ലൊരു ഗ്രീറ്റിംഗ്സ്. പ്രത്യേകിച്ച് അവരെല്ലാം തന്നെ ശേതാജിയുടെ ഒത്തിരി ഗ്രീറ്റിംഗ്സ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ചേറെ ഷെയ്ക്കാൻ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത കൊടുക്കുന്നു. അത് ഒരു അവസരം വിടരുത് കേട്ടോ. അത് മാത്രം. പിന്നെ ശരി, അപ്പൊ എലിമിനേറ്റ് ചെയ്യപ്പെടും അല്ലേ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കുന്നില്ല. എല്ലാം അവിടുത്തെ ഇവരോ എന്നെ കൈവിട്ടു. കാരണം ഒരു 2 or 3 മാർക്ക് കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. മീൻ വാങ്ങുന്നതിനകത്ത് ബാർഗെയിൻ ചെയ്യാനായിട്ട് ഒരല്പ പ്രശ്നം വന്നു. പക്ഷേ ടാസ്ക് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അവിടെയും കിട്ടി കുറച്ച് മാർക്ക് കുറവ്. എന്താ ഈ ഡേഞ്ചർ സോണിൽ വന്നത്? സങ്കടമുണ്ടാകാവുന്ന സാഹചര്യങ്ങളൊന്നുമില്ല എന്ന് താങ്കൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് താങ്കളെ സഹായിക്കാതിരിക്കാൻ പറ്റില്ല. താങ്കൾ ഈ മത്സരത്തിൽ നിന്ന് പുറത്തു പോകുന്നു. എന്തായിരിക്കും താങ്കളുടെ റിയാക്ഷൻ? എന്തായിരിക്കും? എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇട്ട മാർക്ക് കുറപ്പിക്കോ? ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ. അത് ഇതുവരെ വന്നില്ല, ഇത്തിരി ലേറ്റ് ആയിരുന്നേ ഉള്ളൂ. ഞാൻ ഇത്തിരി ലേറ്റ് ആയിരുന്നല്ലോ, അത് പ്രതീക്ഷിച്ചു. മനോജ് ഇല്ലില്ല. അപ്പൊ ഏതായാലും കരയാനുള്ള സാഹചര്യങ്ങൾ വീട്ടിൽ നിന്ന് കിട്ടും. എന്തായാലും ആ എലിമിനേറ്റ് ആയി എന്നുള്ള ആക്ഷൻ കൊള്ളാം. അത് വെച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലും നോക്കട്ടെ, പരിഗണിക്കണം. ആ ആക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ശ്വേതയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഹസ്ബൻഡ് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. ചേതയ്ക്ക് കുഴപ്പമില്ല, കാരണം ഞങ്ങളെ സഹോദരങ്ങളെ പോലെയാ. ഇത്രയും ദിവസം ഞങ്ങൾ ഒരുമിച്ച് വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ശ്വേതയെ വിട്ടു പോകുന്നതാണ് വിഷമം. അല്ലല്ല, അത് എല്ലാരും ഉണ്ടല്ലോ, എല്ലാരും കൂടെ വിട്ടു പോകുന്ന വലിയ പ്രശ്നം തന്നെ. എനിക്ക് എക്സ്പ്രഷൻ കണ്ടിട്ട് ശ്വേത വിട്ടു പോകുന്നുണ്ട്. ഇവിടെ പിടിക്കാനല്ല പറ്റുള്ളൂ. സത്യത്തിൽ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിലായത് സഭ ശരിക്കും രക്ഷപ്പെട്ടു എന്ന്. ഓക്കെ, സോ മനോജ് കാത്തിരിക്കുക, വിളിക്കാം. ഓക്കെ, സോ ആദ്യം ഞാൻ ഒരു സേഫ് പാർട്ടിസിപ്പന്റിനെയാണ് വിളിക്കാൻ പോണത്. സോ Manoj and Susan, you're safe.
ഇട്ട മാർക്ക് കുറപ്പിക്കോ?